നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരുടെ സ്വഭാവം ഒരു നല്ല ലോയലായിരിക്കും, നല്ല ഡെപ്ത് ഉള്ളവരായിരിക്കും, നല്ല സ്ട്രെങ്ത് ഉള്ളവരായിരിക്കും. പുറത്തേക്ക് കാമാണ്, പക്ഷെ ഉള്ളിൽ വളരെ ഇൻറ്റൻസ് ആണ്. ഒരാളെ വിശ്വസിച്ചാൽ അവസാനം വരെ കൈവിടില്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നല്ല ഡീപ്പാണ്, പക്ഷെ ഓപ്പൺലി അത് നിങ്ങൾ കാണിക്കാറില്ല. ലൈഫിൽ പല കാര്യങ്ങളും സ്ട്രഗിൾ വഴിയാണ് നിങ്ങൾ സാധാരണ നേടാറ്. ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ജോബ് എല്ലായിടത്തും കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രധാനം തന്നെയാണ്. നിങ്ങളുടെ ബിട്രയൽ, നിഗ്ലറ്റ്, അതായത് നിങ്ങളെ ചതിച്ചവരുടെ അതൊന്നും നിങ്ങൾ എന്തായാലും പൊറുക്കില്ല. അതൊക്കെ വലിയ ആഴമുള്ള മുറിവായിട്ട് മനസ്സിൽ തന്നെ കിടക്കും. അനിഴംകാർക്ക് ജീവിതത്തിൽ എനിക്ക് എല്ലാം കൊടുക്കാം പക്ഷെ തിരിച്ച് കിട്ടുന്നില്ല എന്നൊരു ഫീലിങ്സ് പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വരും. 2025 അനിഴ നക്ഷത്രക്കാർക്ക് ഡിസംബറിൽ റിലേഷൻഷിപ്പ് കൺഫ്യൂഷൻ, ഡിസ്റ്റൻസ് 2025 ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ, ഡിസ്റ്റൻസ്, ഒരാളെ വിശ്വസിച്ചിട്ട് ഡിസപ്പോയിൻമെൻറ്റ്, കരിയറിൽ പ്രഷർ, റെക്കഗ്നിഷനും ഒക്കെ വൈകുകയും ചെയ്തു. എനിക്ക് എന്താ ഇങ്ങനെ മാത്രം എന്നൊരു സെൽഫ് ക്വസ്റ്റ്യനും ഉണ്ടായി. പലർക്കും സ്ലീപ്പ് ഇഷ്യൂ, ആങ്സൈറ്റി, എല്ലാം ഓവർ തിങ്കിങ്ങും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. 2025 അനിഴം നക്ഷത്രക്കാർക്ക് കർമ്മ ക്ലിയർ ആയിരുന്നു, പക്ഷേ വേദന, ലേണിങ്, മെച്യൂരിറ്റി എല്ലാം ഉണ്ടായിരുന്നു. ജനുവരിയിൽ മൈൻഡ് കുറച്ച് കാമാവാൻ തുടങ്ങും. പഴയ ആളിൽ നിന്ന് മെസ്സേജ്, തോട്ട്സ് എല്ലാം വരും. കരിയറിൽ ഡയറക്ഷൻ ക്ലിയർ ആവും, ആക്ഷൻ എന്തായാലും സ്ലോ ആവും. ഇമോഷണൽ റിലീഫും ഹാപ്പിനെസ്സും എന്തായാലും കിട്ടുകയും ചെയ്യും.